ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗോതമ്പ് ഒറോട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് റൊട്ടിന്നോ അല്ലെങ്കിൽ ഗോതമ്പ് അടയെന്നൊക്കെ നമുക്ക് പറയാം. ഇത് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കറി കൂട്ടാതെയോ അല്ലെങ്കിൽ കറി കൂട്ടിയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഗോതമ്പ് റൊട്ടിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടി കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഗോതമ്പ് റൊട്ടി ഉണ്ടാക്കാനുള്ള മാവെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം കൂട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തതും ഒരു ചെറിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര ചേർക്കുമ്പോഴത്തേക്ക് ഒറോട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സോറി, ഞാൻ ആദ്യം വെള്ളം ഒഴിക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. അതുകൊണ്ടാണ് ആ ഭാഗം മിസ്സായി പോയത്. വെള്ളം കുറേശ്ശെയായിട്ട് തളിച്ച് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അധികം വെള്ളം പോലെ ആയി പോകാനും പാടില്ല. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്തിയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ട് വരും. വെള്ളം കൂടിപ്പോവുകയാണെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്താൽ മതി. മാവിൽ കാണുന്ന പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. മാവ് കൂടുതൽ ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മാവിൽ കാണുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് അതിലും കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു ഉരുള മാവെടുത്ത് ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചൊന്ന് കൈകൊണ്ട് നന്നായിട്ട് പരത്തി കൊടുക്കണം. ചപ്പാത്തി പോലെ കൂടുതൽ നൈസായി പോകരുത്. സ്വല്പം കട്ടിയിൽ പരത്തി കൊടുത്താൽ മതി. കൂടുതൽ കട്ടിയും ആകരുത്. സൈഡെല്ലാം ഒന്ന് റൗണ്ട് ഷേപ്പാക്കി കൊടുക്കുക. ഇനി പരത്തി വെച്ചിരിക്കുന്ന ഒറോട്ടി നമുക്ക് ആ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്ന് പതുക്കെ ഇതുപോലെ വിടിപ്പിച്ചെടുക്കാം. മാവ് കുഴക്കുന്ന സമയത്ത് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊന്നും പരത്തിയെടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് പൊടി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒറോട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒറോട്ടി ഇട്ട് കൊടുക്കാം. ഒറോട്ടി ഇട്ടതിന് ശേഷം കൈ കൊണ്ടൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഷീറ്റിലൊക്കെ ഇതുപോലെ വെച്ച് പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരെ പാനിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പതുക്കെ പരത്തി കൊടുത്താലും മതി. ഒറോട്ടി ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇനി കുറച്ച് എണ്ണ എടുത്ത് അതിൻ്റെ സൈഡിൽ മുകളിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. 2 സൈഡ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഒറോട്ടിയുടെ 2 സൈഡ് മൂത്ത് ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒറോട്ടി ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായ നമ്മുടെ ഗോതമ്പ് റൊട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് കറിയുടെ കൂടെയോ ചട്നിയോ അച്ചാറോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. വീണ്ടും ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.